ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കോലഞ്ചേരി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ വയ്യ, രണ്ട് പിള്ളേർക്കും വയ്യ. അപ്പോൾ അതുകൊണ്ട് കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നോർത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രണ്ട് പേർക്കും വയ്യ, പനിയുണ്ട്, ഒരാൾക്ക് വയറുവേദന. ഇത് മൂത്ത ആളാണ്. ഇയാൾക്ക് പനി, തുമ്മൽ ഇല്ലാത്തൊന്നുമില്ല. മറ്റേ കുഞ്ഞതിനാണെങ്കിൽ വയറുവേദനയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡോക്ടറുടെ ഒ പിയിലേക്ക് പോകുന്ന ആ വശമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് മുമ്പായിരുന്നെങ്കിൽ പഴയ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഇത്രയ്ക്കും ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ ഇവർ പുതിയതായിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി കഴിയുമ്പോഴാണ് ഉള്ളിൽ. അപ്പോൾ ഡോക്ടറുടെ ഷീട്ട് എടുക്കണം, ഒ പിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഡോക്ടറിൻ്റെ പീഡിയാട്രിക് ഒ പി. നമ്മൾ കാണുന്നത് സൂസൻ ഡോക്ടറെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഷീറ്റ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ കൊച്ചിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഡോക്ടറിൻ്റെ ഉള്ളിലേക്ക് വിടും നമ്മളെ. അവർ കൊണ്ടുപോയി വിട്ടോളും. എന്നിട്ട് നമ്മൾ ഡോക്ടർ ഇതാണ് കേട്ടോ, നമ്മുടെ സൂസൻ ഡോക്ടറാണ്. നല്ല ഫ്രീ ആണ്, സംസാരവും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഭയങ്കര നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ആണ് പുള്ളിക്കാരത്തി കാണുമ്പോൾ. കാരണം നമുക്കില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ചില ഡോക്ടേഴ്സ് അങ്ങനെയല്ല. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെയാണ്, നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മരുന്ന് വാങ്ങിക്കുന്ന സ്ഥലം. അപ്പോൾ രണ്ടുപേർക്കും മരുന്നൊക്കെ തന്നു. ഞങ്ങൾ വിചാരിച്ചിനി വയറുവേദന കൊച്ചിന് ഇടയ്ക്കിടയ്ക്കുണ്ട്, ഇനിയിപ്പോൾ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരുമോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് രണ്ടുപേർക്കും വയറുവേദനയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ സ്കാനൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ചെയ്യേണ്ട വന്നാലോ, ടൈം കൂടുതൽ എടുക്കേണ്ട വന്നാലോ എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇവിടെ പറയണത് കേട്ടോ. അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. റെക്കോർഡ് തുടങ്ങിയപ്പോഴാണ് ഇത് പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.